നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM പോളിറ്റ് ബ്യൂറോയിൽ നടക്കുന്ന ചർച്ചകൾ സാധാരണ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടാറില്ല. എന്നാൽ പിണറായിയോടുള്ള എതിർപ്പ് കാരണം PB അംഗങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന PB യോഗത്തിലെ ചർച്ച ചെയ്ത വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പിണറായി വിജയനെ നിർത്തിപ്പൊരിച്ചിരുന്നു. എന്നിട്ടും ഡൽഹിയിലേക്ക് പിണറായി തിരിച്ചത് MV ഗോവിന്ദനുമൊത്ത്. PBയിൽ ശക്തമായ വാദങ്ങൾ ഉയർത്താം എന്നായിരുന്നു പിണറായി വിജയൻ കരുതിയത്. PB അംഗങ്ങൾക്ക് മുന്നിൽ പതിവ് ശൈലിയിൽ പിണറായി വിജയൻ അന്ന് LDF യോഗത്തിൽ പറഞ്ഞ അതേ വാക്കുകൾ ആവർത്തിച്ചു. തനിക്കെതിരെയുള്ള വ്യക്തി അധിക്ഷേപങ്ങൾ താൻ തന്നെ നേരിട്ടോളാം. എന്തുകൊണ്ട് കേരളത്തിൽ പരാജയപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള സൈദ്ധാന്തിക ചർച്ചകളല്ല PBയിൽ വേണ്ടത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞു MA ബേബി. പിണറായി വിജയൻ ഇക്കുറി മത്സരിക്കേണ്ടതില്ലായിരുന്നു എന്ന് ഭൂരിപക്ഷം PB അംഗങ്ങളും പറഞ്ഞു. കൃത്യമായ അജണ്ടയുമായി പിണറായി വിജയൻ PBയിലെത്തി. തൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ പ്രതിപക്ഷ നേതാവായി കേരളത്തിൽ അവരോധിക്കുകയായിരുന്നു പിണറായി വിജയൻ്റെ ലക്ഷ്യം. ഇതിനുവേണ്ട പ്ലാനും പദ്ധതിയുമൊക്കെ തയ്യാറാക്കി MV ഗോവിന്ദനെ കൊണ്ട് PBയിൽ നിന്ന് ഒരു അംഗീകാരം നേടുക. മുഹമ്മദ് റിയാസിനെ പ്രതിപക്ഷ നേതാവാക്കുക പിണറായി വിജയൻ്റെ വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് ഇക്കുറി പ്രതിപക്ഷ നേതാവായി താൻ തന്നെ വരും എന്ന പൊതുപ്രതീതി പിണറായി വിജയൻ സൃഷ്ടിച്ചത്. ഇത്തരം വികാരങ്ങളൊക്കെ PB അംഗങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ അവർ സൂക്ഷ്മതയോടെ ചർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് കടന്നു. തുടക്കത്തിൽ തന്നെ പിണറായി വിജയൻ എടുത്ത നിലപാട് തനിക്കോ ഭരണത്തിനോ എതിരായ വികാരമല്ല ഫലത്തിൽ പ്രതിഫലിച്ചത് എന്നതായിരുന്നു. പിണറായി വിജയൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് MV ഗോവിന്ദൻ രംഗത്തെത്തിയ വിചിത്ര കാഴ്ച. MV ഗോവിന്ദൻ കുറച്ചുകൂടി സൈദ്ധാന്തിക തലത്തിൽ ഇതിനെ വിശദീകരിച്ചു. വർഗശത്രുക്കളുടെ ഒത്തുചേരലാണ് കേരളത്തിൽ സംഭവിച്ചത് എന്നായിരുന്നു MV ഗോവിന്ദൻ്റെ കണ്ടെത്തൽ. വിജയരാഘവനാണ് ചർച്ച മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഗുരുതരമായ പിഴവ് സംഭവിച്ചു എന്ന് വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. വിജയരാഘവനെ പിന്തുണച്ചുകൊണ്ട് ബംഗാളിൽ നിന്നുള്ള ചില അംഗങ്ങൾ രംഗത്തെത്തി. KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ അടപടലം പാളി എന്ന അംഗങ്ങൾ തുടർന്ന് ചൂണ്ടിക്കാട്ടി. ഇതോടെ MA ബേബി തൻ്റെ മനസ്സ് തുറന്നു. തെരഞ്ഞെടുപ്പ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്നു. പാർട്ടിയിലെ മറ്റ് മുതിർന്ന നേതാക്കളെയും വിശ്വാസത്തിലെടുത്തു വേണമായിരുന്നു സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ. പിണറായി മത്സരിക്കാതെ പ്രചരണ നായകനായി നിന്നാൽ മതിയായിരുന്നുവെന്ന് പലരും അഭിപ്രായം പറഞ്ഞതോടെ പിണറായിയുടെ മുഖം കുനിഞ്ഞു. പിണറായിയല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നും മാറ്റത്തിനുള്ള ഒരു സന്ദേശം അണികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും നൽകിയിരുന്നെങ്കിൽ തിരിച്ചടിയുടെ ആഘാതം കുറയ്ക്കാമായിരുന്നുവെന്ന് PBയിലെ പല അംഗങ്ങളും തുറന്നു പറഞ്ഞു. കേരളത്തിലെ CPMലെ പ്രശ്നങ്ങൾ പാർട്ടി കമ്മിറ്റികൾക്ക് വിലയിരുത്താൻ കഴിയില്ല എന്ന് ചില അംഗങ്ങൾ തുറന്നടിച്ചു. അതുകൊണ്ട് തന്നെ സംസ്ഥാന പ്ലീനം വിളിച്ച് തുറന്ന വിമർശനത്തിന് വേദിയൊരുക്കണം. തിരുത്തലുകൾ ചട്ടപ്പടി മാത്രമെങ്കിൽ നിലനിൽപ്പ് പ്രതിസന്ധിയിലാകുമെന്നും കേരളത്തിൽ ഇനി CPM അസ്തമിക്കുമെന്നും ചില അംഗങ്ങൾ തുറന്നടിച്ചു. 2011 അന്ന് ബംഗാളിൽ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ ഉന്നയിച്ച തരം ന്യായീകരണങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി നടത്തുന്നത് എന്ന് ചില അംഗങ്ങൾ തുറന്നു പറഞ്ഞു. ബുദ്ധദേവിനെതിരെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഉന്നയിച്ച വിമർശനങ്ങളോട് യോജിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു അന്ന് പിണറായി. പിന്നീട് അങ്ങോട്ട് PB കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് ബുദ്ധദേവ് വിട്ടുനിന്നു. കണ്ണൂരിലെ പാർട്ടി അടികളൊക്കെ കൊഴിഞ്ഞുപോയി എന്ന യാഥാർത്ഥ്യം PBയിൽ ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. അവർ അകന്നുപോയ സാഹചര്യം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല. പല ഇടങ്ങളിലും ധാർഷ്ട്യവും അഹങ്കാരവുമാണ് പാർട്ടി നേതൃത്വം പ്രകടിപ്പിച്ചത്. അകന്നവരെ അനുനയിപ്പിക്കാൻ ശ്രമം തുടരേണ്ടതായിരുന്നു. പാർട്ടിക്കുള്ളിൽ അമിതമായ മുസ്ലിം സ്വാധീനമെന്ന വ്യാജ പ്രചാരണത്തിൽ BJP പലപ്പോഴും വിജയിച്ചു. അത്തരം തന്ത്രങ്ങൾക്ക് വളമാകുന്ന തലത്തിലേക്ക് പാർട്ടിയും ചെന്നെത്തി. പാർട്ടിയുടെ പൊതുവിലുള്ള ദുരവസ്ഥ മറികടക്കാൻ സമരവിഷയങ്ങളിൽ ഉൾപ്പെടെ വലിയ മാറ്റം വേണമെന്ന് BV രാഘവുലു പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പിണറായി വിജയൻ തീയിൽ കിടന്ന് പുകയുകയാണ്. ഇന്നിതാ തെരഞ്ഞെടുപ്പ് പരാജയം ഇഴകേറി പരിശോധിക്കാനായി CPM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. ഈ യോഗത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുമെന്നാണ് സൂചന. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നതിന് മുൻപ് MA ബേബി അന്ന് പാർട്ടിയിലെ നേതാക്കളോട് പറഞ്ഞിരുന്നു, സ്വതന്ത്രമായി ഭയമില്ലാതെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക, തുറന്ന വിമർശനങ്ങൾക്ക് തയ്യാറാവുക. MA ബേബിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് അന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനെ എടുത്തുടുത്തിരുന്നു. താഴെത്തട്ടിലുള്ള കമ്മിറ്റി യോഗങ്ങൾ നടക്കുമ്പോൾ മുകൾ തട്ടിലുള്ള ചില പ്രതിനിധികളെ ഉൾപ്പെടുത്തി തുറന്ന വിമർശനത്തിനും MA ബേബി ആഹ്വാനം ചെയ്തിരുന്നു.
പരാജയം താഴെത്തട്ടിൽ നിന്ന് പരിശോധിക്കണമെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ശുപാർശ ഇന്ന് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കും. പാർട്ടി അംഗങ്ങൾക്കും പ്രവർത്തകർക്കും തങ്ങളുടെ അഭിപ്രായം ഭയരഹിതമായി പറയാനുള്ള സാഹചര്യമൊരുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നു. നേതൃത്വത്തിൻ്റെ ശൈലിയും സംഘടനാപരമായ വീഴ്ചകളും യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകും. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഭാര്യ പി കെ ശ്യാമള പരാജയപ്പെട്ടത് വലിയ തിരിച്ചടിയായി പാർട്ടി കണക്കുകൂട്ടുന്നു. വിമത നീക്കങ്ങൾ ഈ തോൽവിക്ക് കാരണമായി. ബ്രാൻഡ് പിണറായി എന്ന കേന്ദ്രീകൃത പ്രചാരണ ശൈലിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ പ്രവർത്തന രീതികൾക്കെതിരെ യോഗത്തിൽ തുറന്ന വിമർശനങ്ങളുണ്ടാവും എന്ന സൂചനയും പുറത്തു വരുന്നു. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ വരട്ടെ എന്ന പൊതു നിലപാടാണ് ഇക്കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വീകരിച്ചത്. എന്നാൽ ഡൽഹിയിലെ PB അത് തള്ളിക്കളഞ്ഞു. ഇത്തരമൊരു ഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലും ഈ വിഷയം ചർച്ചയ്ക്ക് വരും. മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് എന്നൊരു നിലപാടാണ് എം വി ഗോവിന്ദൻ വച്ചു പുലർത്തുന്നത്. ഇത് സംസ്ഥാന കമ്മിറ്റി എടുത്തുകൊടുക്കുമെന്ന് വ്യക്തം. ഇക്കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്ന് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ ഒരു വാടക വീട്ടിലേക്ക് മാറിയിരുന്നു. പിണറായി വിജയൻ്റെ നായയെയും ഒപ്പം കൂട്ടി. എന്നാൽ 7 പശുക്കളെ തൃശ്ശൂരിലെ KLDB ഫാമിലേക്ക് മാറ്റി. ക്ലിഫ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ ഇനി പ്രതിപക്ഷ നേതാവാകാനില്ല എന്ന സന്ദേശം പകർന്നുവെന്നാണ് ചില നേതാക്കൾ പറയുന്നത്. എന്നാൽ ഇതൊക്കെ വെറും നമ്പറാണ്. മുഖ്യമന്ത്രി കുടുംബവും എപ്പോഴും സ്വകാര്യത ആഗ്രഹിക്കുന്നവരാണ്. സ്വകാര്യത നിലനിർത്താൻ അവർ തൽക്കാലം ഒരു വാടക വീട്ടിലേക്ക് മാറി. എന്നാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതോടെ കന്റോൺമെൻറ്റ് ഹൗസ് വലിയൊരു കേന്ദ്രമാക്കി മാറ്റാൻ ഉദ്ദേശിച്ചിരുന്നു. രാജാവ് നഗ്നനാണ് എന്ന് തുറന്നു പറയാൻ പല നേതാക്കളും ഭയക്കുന്നു. എങ്കിലും ചില നേതാക്കൾ ഇപ്പോൾ രംഗത്തെത്തുന്നു. അതുതന്നെയാണ് പിണറായിക്കെതിരെയുള്ള ഏറ്റവും വലിയ നീക്കവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.